സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. പാലക്കാട് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള തീയതിയും ഇന്ന് അവസാനിക്കും. മഹാസഖ്യ പാർട്ടികളുടെ നേർക്കുനേർ മത്സരത്തിന്റെ ചിത്രം ഇന്ന് തെളിയും. വാഹനങ്ങളിലെ ഹെയർ ഹോൺ പരിശോധന ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ്. അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം പരിശോധിച്ച MVD. പിടിച്ചെടുത്ത എയർ ഹോൺ റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു. കോഴിക്കോട് വടകരയിൽ ഡ്രസ്സിംഗ് റൂമിൽ 3 വയസ്സുകാരൻ കുടുങ്ങി. വടകരയിലെ തുണിക്കടയിലാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി വാതിൽ തകർത്ത കുട്ടിയെ രക്ഷപ്പെടുത്തി. പ്രതീക്ഷയുടെ വെളിച്ചമേകി ഇന്ന് ദീപാവലി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വമ്പൻ ആഘോഷം. അയോധ്യയിൽ 26 ലക്ഷം ദീപം തെളിയിച്ചു. ദീപാവലി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിൽ OP ബഹിഷ്കരണവുമായി ഡോക്ടർമാർ. സമരം, ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യം ഉന്നയിച്ച്. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ 28 മുതൽ അനിശ്ചിതകാല സമരമെന്ന ഡോക്ടർമാരുടെ സംഘടന. ഡൽഹിയിൽ വായു മലിനീകരണ ഗുണനിലവാരം സൂചിക ഏറ്റവും മോശം നിലയിൽ. സൂചിക താഴുന്നത് തുടർച്ചയായ 6ാം ദിവസം. മലിനീകരണ നിയന്ത്രണം കർശനമാക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു. സമാധാന കരാർ ലംഘനത്തിന് പിന്നാലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരികെ മടങ്ങാനൊരുങ്ങി ഇസ്രയേൽ. വീണ്ടും ഹമാസ് കരാർ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടിയെന്നും ഇസ്രയേൽ സേന. കരാർ ലംഘിച്ചത് ഇസ്രയേലാണെന്ന് ഹമാസ്. കരാർ ശക്തമാക്കാൻ US നയതന്ത്ര പ്രതിനിധിയെ അയക്കാനൊരുങ്ങി ട്രംപ്.